കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാനല്ല കേട്ടോ, നമ്മളെ പുതിയ അതിഥിയാണ്, വേറെ ആരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കേട്ടോ. അപ്പോൾ അത് ആശാൻ വന്ന് ആശാന് പാർട്സ് വേണമെന്ന് ഞങ്ങൾ പോയി പാർട്സൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ആശാൻ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് ആ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരൊക്കെ കൂടെ വെച്ച് നിങ്ങൾ കൂട്ടി തിരുമ്പി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ രണ്ടാളുള്ള പ്രസനവും നമ്മളെ വീഡിയോയിലൂടെ കാണാൻ കണ്ടുന്നത്. നമ്മളിപ്പോൾ ഈ 1-2 കൊല്ലമായി വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ആശാനാരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇതാ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചേട്ടനൊക്കെ കൂട്ടിയിട്ട് ഇനിയുള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇനി വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞ വീഡിയോ ആയിരിക്കുന്നു. നമ്മൾ വന്നിറങ്ങുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. പക്ഷേ നമ്മളെല്ലാ പ്ലാനിങ്ങും ദൈവം തകർത്തു. നല്ല പെരും മഴയായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. നമുക്ക് കാറിനൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല. നമ്മൾ അമ്പുടക്കുട്ടൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛനെ കാണിയിരുന്നു. അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുക്കണം എന്നൊക്കെയാണ്, പക്ഷെ ഒന്നും നമുക്ക് പറ്റിയില്ല. എന്നാലും അമ്പുടൊന്ന് അടുത്ത് വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. എന്തായാലും ആളിപ്പോൾ ഹാപ്പിയാണ്. അച്ഛനും അമ്മൂനും മക്കളും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ പാർട്സ് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നേരെ നല്ല കട്ടിയുള്ള ഉരുളിലേക്ക് വെച്ച് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളം ഊർന്ന് വരും കേട്ടോ. ആ ഊർന്ന് വന്നത് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേറൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് വറുത്ത് പൊട്ടിച്ച് കണ്ടോ. ആ ഇത് തന്നെ നല്ല നെയ്യ് ഊർന്ന് വരും കേട്ടോ. നല്ല ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെള്ളത്തിലിടുന്നത് അതും ഇട്ട് നമ്മൾ ചെറുള്ളിയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ചെറുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല ചപ്പാത്തീൻ്റെ കൂടെയും പൊറാട്ടേൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടോ. ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഈ സാധനം എനിക്കതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, സംഭവം കിട്ടില്ല ടേസ്റ്റ് ആട്ടോ. ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും ആർക്കാണ്. കാരണം എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. അത് സാധനമാണ് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ആവശ്യത്തിന് കുരുമുളകും ഒക്കെ ഇട്ട് വരട്ടിങ്ങിട്ട് എടുക്കുമ്പോണ്ടല്ലോ എൻ്റെ സാറേ. അപ്പോൾ നമ്മളിവിടെ ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഈ ഉള്ളിലിട്ട് മൂപ്പിച്ചെടുക്കട്ടെ. നമുക്ക് ലാസ്റ്റ് നമ്മളെ ഈ പാർട്സ് ഇറക്കാൻ നേരത്ത് കുരുമുളക് ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറുത്ത് ഇരുണ്ട് നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതിന് കാണുമല്ലേ, നല്ല കറുത്ത കളറായിട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റ്. നമ്മളെ അച്ഛനും മക്കളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. നമുക്ക് 3 മിനിറ്റിലിടാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണില്ല. നമ്മളെ ലോങ് വീഡിയോ ഉടനെ എന്തായാലും വരുമായിരിക്കും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.